സംസ്ഥാനത്ത് പോലീസ് സേനയിൽ ആത്മഹത്യകൾ തുടർക്കഥയാകുകയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സ്വയം നടത്തിയ പഠനത്തിൽ 2019 ജനുവരി മുതൽ 2023 സെപ്റ്റംബർ വരെ 5 വർഷത്തിനിടെ 69 പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കൂടാതെ 12 സിവിൽ പോലീസ് ഓഫീസർമാർ ആത്മഹത്യാശ്രമം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, 12 SIമാർ, 8 അസിസ്റ്റന്റ് SIമാർ തുടങ്ങി ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ആത്മഹത്യ ചെയ്ത 69 പേരിൽ. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം തുടങ്ങി തെക്കൻ ജില്ലകളിലും മധ്യ കേരള മേഖലയിലുമാണ് ഏറ്റവും അധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്നാൽ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ അടുത്തിടെ നടത്തിയ മറ്റൊരു പഠനത്തിൽ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്ത സേനാംഗങ്ങളുടെ എണ്ണം 30 ആണെന്നാണ്. ഈ രണ്ട് കണക്കുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ പീഡനം, ജോലിസ്ഥലവും വീടും തമ്മിലുള്ള അകൽച്ച, സഹപ്രവർത്തകരുടെ സഹകരണക്കുറവ്, അമിത ജോലിഭാരം, മദ്യപാനം തുടങ്ങിയവയാണ് പോലീസിലെ ആത്മഹത്യക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബോധവൽക്കരണവും യോഗയും കൗൺസിലിംഗുമെല്ലാം നടപ്പാക്കിയെങ്കിലും ഇതുവരെ സേനയിലെ ആത്മഹത്യക്ക് അന്ത്യം കുറിക്കാനായിട്ടില്ല. ആത്മഹത്യാ വർധന പോലീസിൽ മാത്രമല്ല, സമൂഹത്തിൽ മൊത്തം പ്രകടമാണെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേത് ഉൾപ്പെടെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2022 കേരളത്തിൽ 10,162 പേർ ആത്മഹത്യ ചെയ്തതായി കഴിഞ്ഞ ഡിസംബറിൽ പുറത്തുവിട്ട ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് കാണിക്കുന്നു. 2021 9,549 പേരായിരുന്നു സ്വയം ജീവനൊടുക്കിയത്. ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്നതാണ് സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്ക്. ദേശീയ ശരാശരി 12.4 ആയിരിക്കെ കേരളത്തിൽ 28.5 ആണ്. അതേസമയം പോലീസിലെ തുടർ ആത്മഹത്യകളിൽ ഇടപെട്ടിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് 5 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്താണ് കമ്മീഷന്റെ ഇടപെടൽ. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ച് 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും തൂങ്ങിയാടുന്ന പോലീസ് ജീവിതങ്ങൾ ഗൗരവത്തോടെ കണ്ട് ക്രിയാത്മക ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്.